നമസ്കാരം. ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിനകത്ത് അനുഭവിക്കുന്ന ദുരന്തം അതിൻ്റെ ആഴത്തിലും വ്യാപ്തിയിലും മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം എത്തി നിൽക്കുകയാണ്. സമുന്നത നേതാക്കന്മാർ ഒരു ഭാഗത്തും പാർട്ടിയുടെ രണ്ടാം നിര നേതാക്കളും സമ്പൂർണ്ണ പ്രവർത്തകന്മാർ മറുഭാഗത്തും നിൽക്കുകയാണ്. തോറ്റത് പാർട്ടിയാണെന്നും തോൽവിക്ക് നേതാക്കന്മാർ ഉത്തരവാദിയല്ലെന്നും പിണറായി വിജയനെ സംബന്ധിച്ച് ഒരു തരി പോലും ഉത്തരവാദിത്വം ഏൽക്കേണ്ട ആവശ്യമില്ലെന്നും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന ലക്ഷക്കണക്കിന് CPM അണികൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. 102 സീറ്റ് എന്ന മനോഹരമായിട്ടുള്ള താവളത്തിലേക്ക് UDF എത്തിച്ചേർന്നപ്പോൾ CPMൻ്റെ പെരുംകോട്ടകളെല്ലാം കടപുഴകി വീണു. എന്നിട്ടും ഈ തോൽവിയുടെ യഥാർത്ഥ കാരണം മനസ്സിലുണ്ടായിട്ടും അത് തുറന്നു പറയാൻ തയ്യാറാകാത്ത CPM നേതൃത്വത്തെ നോക്കി നിങ്ങൾ ബംഗാളിലാണോ പ്രതീക്ഷയർപ്പിക്കുന്നത് എന്ന് സാധാരണ പ്രവർത്തകന്മാർ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് CPMൻ്റെ പെരുംകോട്ടയായി വിശേഷിപ്പിക്കുന്ന പയ്യന്നൂർ മണ്ഡലത്തിൽ വിജയിച്ച പൂർവ്വകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കുഞ്ഞികൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. സത്യസന്ധമായ വിമർശനവും സ്വയം വിമർശനവുമാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ന് അദ്ദേഹം പറയുന്നു. പ്രസ്ഥാനത്തിന് ജനങ്ങളിൽ നിന്ന് പ്രഹരമേൽക്കുമ്പോൾ മാത്രം തിരിച്ചറിയേണ്ട ഒന്നല്ല അത്. മറിച്ച് നിരന്തരമായി പാർട്ടിക്കകത്ത് നടക്കേണ്ടുന്ന ആരോഗ്യകരമായ ചർച്ചയിലൂടെ വളരെ സ്വാഭാവികമായി തന്നെ അണികളും നേതൃത്വവും മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണത്. CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലെ പല പരാമർശങ്ങളോടും എനിക്ക് വിമർശനപരമായ നിലപാടാണുള്ളത്. എന്നാൽ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം അറിയാൻ പാർട്ടി തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന മാഷിൻ്റെ പ്രസ്താവന ഞാൻ നേരത്തെ ഉയർത്തിയ അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന ആഹ്വാനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിനെ ഞങ്ങളുടെ പോരാട്ട വിജയമായി തന്നെ കാണുന്നു. അഥവാ ഞങ്ങൾ നേരത്തെ പറഞ്ഞതിനെ പാർട്ടിക്കിപ്പോൾ അംഗീകരിക്കേണ്ടി വന്നു എന്ന് തന്നെ കരുതുന്നു. തിരുത്താൻ നേതൃത്വം തയ്യാറാകുമോ എന്നതാണ് അന്നും ഇന്നും ബാക്കി നിൽക്കുന്ന ചോദ്യം. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച സംഭവിച്ചു എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ സ്വയം വിമർശനാത്മകമായി സമ്മതിച്ചു എന്നും അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നു എന്നുമാണല്ലോ MV ഗോവിന്ദൻ മാഷ് ഇന്നലെ പറഞ്ഞത്. എന്തായിരുന്നു ആ വീഴ്ച എന്ന് മാധ്യമപ്രവർത്തകന്മാർ ചോദിച്ചില്ല എങ്കിലും അത് പറയാനുള്ള ബാധ്യത സംസ്ഥാന സെക്രട്ടറിക്കില്ലേ? അത് ചെയ്തിരുന്നുവെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ആത്മാർത്ഥതയും തിരുത്തൽ പ്രക്രിയയുടെ അളവുകോലുമായി ആ മറുപടി മാറുമായിരുന്നല്ലോ. നിർഭാഗ്യവശാൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായതുമില്ല. മാഷ് സ്വന്തം നിലയ്ക്ക് പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പറ്റിയ തെറ്റ് എന്തായിരുന്നു എന്ന് പറയാൻ തയ്യാറുമായില്ല. അവിടെ ആരെങ്കിലും ചോദിച്ചാലും ഇല്ലെങ്കിലും എന്താണ് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് തളിപ്പറമ്പിലും പയ്യന്നൂരിലുമുണ്ടായ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് പറ്റിയ പിഴവെന്ന ചോദ്യം പ്രസക്തമാണ്. സാമ്പത്തിക അഴിമതിക്കാരനായ ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണോ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച? നിരന്തര വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ ഞാൻ നടത്തിയ പോരാട്ടങ്ങളെ ഒന്നും ഗൗനിക്കാതെ അഴിമതിക്കാരായ ഒരാളെ പിന്തുണച്ചതും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതുമാണോ ആ വീഴ്ചയുടെ കാരണം? സാമ്പത്തിക അഴിമതി അംഗീകരിച്ചാൽ അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കും എന്ന് കരുതി സത്യം മറച്ചുവെച്ച് അയാളെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയതാണോ ആ വീഴ്ച? ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ ജില്ലാ സെക്രട്ടറി പുകഴ്ത്തിയ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കാര്യമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഈ ചോദ്യങ്ങൾക്കല്ലേ യഥാർത്ഥത്തിൽ മറുപടി ലഭിക്കേണ്ടത്? എല്ലാവരും പിഴവ് സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞ എൻ്റെ നിലപാട് ഒന്നുകൂടി പറയട്ടെ. ആരോപണ വിധേയനായ അഴിമതിക്കാരൻ അല്ലായിരുന്നു പയ്യന്നൂരിൽ നിന്ന് ജനവിധി തേടിയിരുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും മത്സരരംഗത്ത് ഉണ്ടാവുമായിരുന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധം രക്തസാക്ഷി ഫണ്ടിൽ നിന്നടക്കം 3 ഫണ്ടുകളിൽ നിന്ന് പണം അഴിമതി നടത്തിയതായി ആരോപണം നേരിടുന്ന ഒരാളെ
വീണ്ടും പയ്യന്നൂരിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നതും ജനം പാർട്ടിക്കെതിരെ വിധിയെഴുതിയതും. ഇതൊരു വൈകാരിക വിഷയമാണ്, ധാർമ്മിക പ്രശ്നമാണ്. ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് 4 മാസം മുൻപ് പറഞ്ഞതുപോലെ ഒരിക്കലും ഇത് വൈര്യനിര്യാതന ബുദ്ധിയല്ല. തെരഞ്ഞെടുപ്പിലെ എൻ്റെ മത്സരം ജയിക്കാൻ വേണ്ടി ഉള്ളതായിരുന്നുമില്ല. ജയപരാജയങ്ങൾക്കുപരിയായി ഞങ്ങളുടെ പോരാട്ടം പാർട്ടി ഇതുവരെ ഗൗരവമായി പരിഗണിക്കാത്ത സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടതായിരുന്നു. സ്ഥായിയായ ഒരു പരിഹാരം ലഭിക്കുന്നതുവരെ ഈ വിഷയത്തിന് പ്രാധാന്യമുണ്ട്. പാർട്ടിയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്ന വിശാല മനസ്കതയുടെ അടിസ്ഥാനത്തിലാണ് എന്നെ പാർട്ടിയിലേക്കും ജില്ലാ കമ്മിറ്റിയിലേക്കും തിരിച്ചു കൊണ്ടുവന്നത് എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ വാദത്തിൽ ഒരു ഔദാര്യത്തിൻ്റെ സ്വരമുണ്ട്. എന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച ആളാണ് ഞാൻ. എന്നെ തിരികെ വീണ്ടും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്, അതും ജില്ലാ കമ്മിറ്റി അംഗമാക്കി കൊണ്ടുവന്നത് വഴി പാർട്ടി മുന്നിൽ കണ്ട ലക്ഷ്യം എന്തായിരുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ പാർട്ടിക്കകത്തേക്ക് ഞാൻ തിരികെ വന്നത് അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ പാർട്ടിയിൽ നടന്ന പാർട്ടിയെ മറയാക്കി ചിലർ നടത്തിയ അഴിമതിയെ ഇല്ലാതാക്കാൻ സാധിക്കൂ എന്ന ഉറച്ച ബോധ്യത്തിലാണ്. പാർട്ടിയോ നേതാക്കളോ പാർട്ടി പ്രവർത്തകരോ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ മറ്റൊരു പാർട്ടി പ്രവർത്തകൻ മുറുകെ പിടിച്ച സത്യത്തെ കൈയൊഴിയണം എന്ന ദുരർത്ഥമുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക സാധ്യമല്ല. ഒരു ബൂർഷ്വാ പാർട്ടിയിൽ സത്യത്തെ കൈയൊഴിഞ്ഞുള്ള കപടത നടന്നേക്കാം. എന്നാൽ പ്രസ്ഥാനത്തെ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒറ്റുകൊടുക്കാൻ ഞാൻ പഠിച്ച കമ്മ്യൂണിസ്റ്റ് ബോധത്തിന് സാധിക്കില്ല. പ്രസ്ഥാനം എന്നത് കമ്മിറ്റികളോ സെക്രട്ടറിയോ അല്ല. അത് വിശാലാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ നെഞ്ചേറ്റിയ പാർട്ടിയുടെ അണികളും പാർട്ടിക്ക് വേണ്ടി ജീവരക്തം ചിന്തിയ രക്തസാക്ഷികളുമാണ്. ആ ബോധ്യത്തിലാണ് ഞാൻ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നതും അതിനകത്ത് നിന്നുകൊണ്ടും പിന്നീട് പുറത്തേക്ക് വന്നുകൊണ്ടും പോരാട്ടം നടത്തിയതും. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഏതൊരു കമ്മ്യൂണിസ്റ്റും പുലർത്തേണ്ടുന്ന നിലപാടിലെ കാർക്കശ്യമാണത്. ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് കൈമോശം വന്നതും ആ നിലപാട് തന്നെയാണ്. ഞാൻ പാർട്ടിക്കുള്ളിൽ ബദൽ സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് ഗോവിന്ദൻ മാഷ് ഇന്നലത്തെ മാധ്യമ സമ്മേളനത്തിൽ പ്രസ്താവിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 4 മാസം മുമ്പ് ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞത് പാർട്ടി രഹസ്യങ്ങൾ ഞാൻ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നാണ്. കുറഞ്ഞത് 6 മാസമായി ഞാൻ പാർട്ടിയിലില്ല എന്നിരിക്കെ പാർട്ടി രഹസ്യങ്ങൾ ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പോഴും വാർത്തകൾ ചോരുന്നത് എങ്ങനെയാണ്? എന്തടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ ഇപ്പോഴും പരസ്യമായി ഇത്തരം അവാസ്തവ പ്രസ്താവനകൾ ഉണ്ടാകുന്നത്? ഞാൻ മാധ്യമങ്ങൾക്ക് പാർട്ടി വിവരങ്ങൾ നൽകിയെന്നും മറ്റും ഇന്നലെ കൂടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ഈ അടുത്ത റിപ്പോർട്ടർ ന്യൂസിൽ ഒരു ലോക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയുടെ ചോർത്തൽ ഉറവിടം ഏതാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? പഴയ SFI-കാരനായ റിപ്പോർട്ടറിലെ അന്വേഷണാത്മക പത്രപ്രവർത്തകനും മുൻ MLA-യുടെ പേഴ്സണൽ സെക്രട്ടറിയും തമ്മിലുള്ള വിനോദയാത്രയിൽ പാർട്ടി രഹസ്യങ്ങൾ കൈമാറാനുള്ള സാഹചര്യം എത്രത്തോളമുണ്ട്? അതോ ഇതൊന്നും തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമല്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്? എന്തായാലും ജനങ്ങളോട് അഭിപ്രായമാരായുന്ന പാർട്ടി നേതൃത്വത്തോട് ജനങ്ങളിൽ ഒരുവൻ എന്ന നിലയിൽ ഇനി എനിക്കും ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് കരുതുന്നത്. എൻ്റെ ചോദ്യങ്ങൾ റദ്ദ് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഇനി ഉണ്ടെന്ന് കരുതുന്നില്ല. അതോ ഇനിയും വി കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടെന്ന ആവശ്യം തങ്ങൾക്കില്ല എന്ന മുൻകാലങ്ങളിൽ മാധ്യമങ്ങളോട് ധിക്കാരപരമായി പറഞ്ഞ ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാരുടെ നിലപാട് തുടരുമോ എന്നും അറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണൻ MLA തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇത് പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയായി CPM-നെതിരെ മത്സരിച്ച് വിജയിച്ച കുഞ്ഞികൃഷ്ണന്റെ മാത്രം അഭിപ്രായമല്ല. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന അണികളുടെയും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരുടെയും അഭിപ്രായമാണ്. അംഗങ്ങളായ ആയിരക്കണക്കിന് ആളുകളുടെ അഭിപ്രായമാണ്. ഈ അഭിപ്രായത്തെ മുഖവിലക്കെടുക്കാതെ ഇപ്പോഴും പിണറായിയാണ് രാജാവ് എന്ന രീതിയിൽ രാജഭക്തി കാണിക്കുന്ന, രാജാവിനേക്കാളും വലിയ രാജഭക്തി കാണിക്കുന്ന ഒരാളായി ഗോവിന്ദൻ മാഷ് മാറുകയാണെങ്കിൽ CPM അതിൻ്റെ തകർച്ച ബംഗാളിന് സമാനമാക്കി കേരളത്തിലും മാറ്റുക തന്നെ ചെയ്യും.